നമോ നമഃ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന എന്ന് പറയുന്ന ശ്ലോകത്തിൽ നമ്മൾ പലരുടെയും വ്യാഖ്യാനം ശ്രദ്ധിച്ചപ്പോൾ ഉണ്ടായ വ്യതിയാനം, കാര്യങ്ങളെ ശരിക്ക് ഉൾഗ്രഹിക്കാതെ ആ ശാസ്ത്രഗ്രന്ഥത്തിൽ എന്താണോ പറയാൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകാതെ വരുമ്പോൾ ഭാഷാപാണ്ഡിത്യം കൊണ്ട് നമ്മൾ കാര്യം മനസ്സിലാകണമെന്നില്ല. ഭാഷ എന്ന് പറയുന്നത് മനസ്സിലാക്കുന്ന കാര്യത്തെ നമ്മൾ പ്രകടിപ്പിക്കാനുള്ളതാണ്. നമ്മൾ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഭാഷകൾ, മനുഷ്യനിർമ്മിതമെന്നല്ല, ഏത് ജീവികളാണെങ്കിലും അവരവരുടേതായിട്ടുള്ള ഭാഷകളിൽ സമാന സമൂഹത്തിലേക്ക് ഇതിനെ പ്രകടിപ്പിക്കാൻ അതത് ജീവികൾ, അതത് സമൂഹങ്ങൾ ക്രമീകരിക്കുന്ന ഒരു രീതിയാണ് ഭാഷ. ആ പ്രസരിപ്പിക്കാൻ, ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം സമൂഹങ്ങൾ തമ്മിലുണ്ടാക്കുന്ന ആ സമൂഹത്തിലെ വ്യക്തികൾ തമ്മിലുണ്ടാക്കുന്ന ഒരു കോംപ്രമൈസാണ് നമ്മളുടെ സംസാര ഭാഷ എന്ന് പറയുന്നത്. എന്നാൽ ഭാഷ, നമ്മൾ മനസ്സിലാക്കാനുള്ള ഭാഷ വേറെയാണ്. പ്രകൃതിയിൽ നിന്ന് ഒരു കാര്യം നമ്മൾ ഗ്രഹിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഷയല്ല. നമ്മൾ ഗ്രഹിച്ച കാര്യത്തെ നമ്മളുടെ സ്വന്തം സമൂഹത്തിലുള്ള മറ്റുള്ളവരോട് പകരാൻ ശ്രമിക്കുമ്പോഴുള്ള ഭാഷ. ഭാഷകൾ പല തരത്തിലാണ്. അത് നമ്മളിപ്പോൾ ലോകത്തിൽ നോക്കുകയാണെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള ഭാഷകളുണ്ട്, അല്ലേ? അപ്പോൾ ആയിരക്കണക്കിന് ഭാഷകളുണ്ട്. ഇന്ത്യയിൽ തന്നെ ഭാഷകൾ എത്രയുണ്ട് എന്ന് നോക്കുക. ഈ മലയാളം എന്ന് പറയുന്ന ഈ ഭാഷയിൽ തന്നെ നമ്മൾ കണ്ണൂരുള്ളവരുടെ ഭാഷയല്ല, തിരുവനന്തപുരത്തുള്ളവർ, ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചു വരുമ്പോൾ ചിലപ്പോൾ വലിയ പ്രശ്നമാകും, അവർക്ക് മനസ്സിലാകാതെ വരും. ഓരോരോ പ്രദേശങ്ങൾക്കനുസരിച്ച് വാക്കുകൾ മാറി വരും. വാക്കുകൾ ഒന്നാണെങ്കിൽ തന്നെയും അതിൻ്റെ പ്രൊനൗൺസിയേഷൻ മാറി വരും. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള പ്രത്യേകതകൾ ഭാഷയ്ക്കുണ്ട്. അപ്പോൾ ഈ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്, ഹിന്ദിയൊക്കെയുള്ള മലയാളം, പിന്നെ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ എന്നൊക്കെ പറഞ്ഞ് വിദേശ ഭാഷകൾ. അപ്പോൾ നമ്മളുടെ ഒരു ദേശമെന്ന് കണക്കാക്കുന്ന ഭാരതത്തിൽ തന്നെ പല ദേശങ്ങൾ, അതിൻ്റെ സബായിട്ട് വരുന്ന ദേശങ്ങൾ, അങ്ങനെ ഭാഷകൾക്ക് വളരെയധികം അന്തരങ്ങൾ വരുന്നുണ്ട്. എന്നാൽ റിസീവ് ചെയ്യുന്ന ഭാഷ, നമ്മൾ പ്രകൃതിയിൽ നിന്ന് സ്വീകരിക്കുന്ന ഭാഷ, അത് വേറെയാണ്. അതിന് ഇത്രയധികം വൈവിധ്യങ്ങളില്ല. അതെങ്ങനെയാണ്? അത് ജാതിക്കനുസരിച്ച് വ്യത്യാസം വരും. മറ്റതെങ്ങനെയല്ല, സമൂഹങ്ങൾക്കനുസരിച്ച് വ്യത്യാസം വരും. പക്ഷേ ഇത് ജാതികൾക്കനുസരിച്ചിട്ടാണ് വ്യത്യാസം വരിക. എന്താണ് ജാതി എന്ന് പറയുന്നത്? മനുഷ്യജാതി. പിന്നെയോ മൃഗജാതി എന്ന് നമ്മൾ എല്ലാത്തിനെയും കൂടി പറയും. എല്ലാ മൃഗങ്ങളും ഒരേ ജാതിയല്ല. കുതിര ജാതി, ശുനകജാതി, മാർജാരജാതി, ഇങ്ങനെ ജാതി കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാതി എന്ന് പറയുമ്പോൾ അതിന് ആ സമൂഹത്തിൽ തനതായിട്ട് ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്.
ശരിക്കും ഗോത്വം എന്നൊരു ജാതിയാണ്. ആ ഗോത്വം 4 കാലുണ്ട് ഒരു മൃഗാണെന്ന് പറഞ്ഞാൽ പശു ആകൂല. പശു എന്ന് പറഞ്ഞാൽ പശുവിനും കാളയ്ക്കും രണ്ടും ഒരേപോലെ ഒരേ ജാതിയാണ്. അപ്പോൾ സ്ത്രീലിംഗം പുല്ലിംഗം ജാതി തിരിക്കണത് വേറെ. പക്ഷെ ഇവിടെ ഗോത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളമ്പുള്ളത് എന്ന് പറഞ്ഞാലും കുളമ്പുള്ളത് ഇഷ്ടം പോലെയുണ്ട്. കൊമ്പുള്ളത് എന്ന് പറഞ്ഞാൽ കൊമ്പുള്ളത് ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന കളറുള്ളതാണ് എന്ന് പറഞ്ഞാൽ ആ കളറല്ല, പല കളറുള്ള പശുക്കളെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഗോത്വം എന്ന് പറയുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾക്ക് ഇതിനെയൊക്കെ കണ്ടാലൊക്കെ മനസ്സിലാകുന്നുണ്ട്. പശുവിനെ കണ്ടാൽ ആരും കുതിരയെന്ന് പറയാറില്ല. കുതിരയെ കാണുമ്പോൾ പശുവാണെന്നും തെറ്റിദ്ധരിക്കാറില്ല. പട്ടിയെ കാണുമ്പോൾ പശുവാണെന്ന് പറയാറില്ല. അപ്പൊ ഇങ്ങനെ പട്ടിക്ക് കുളമ്പില്ല, അത് കുളമ്പുള്ളതിനെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ, നമുക്ക് എല്ലാത്തിനെയും തിരിച്ചറിയാം. പക്ഷെ നിങ്ങളോട് ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ പശുവിനെ തിരിച്ചറിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പറയാൻ പ്രയാസമായിരിക്കും. പക്ഷെ നിങ്ങൾ അറിയാതെയാണോ പശുവാണെന്ന് പറയുന്നത്? അതല്ല. അപ്പോൾ നമ്മൾ അറിഞ്ഞു എന്നറിഞ്ഞുകൊണ്ടറിയുന്നതും അറിയുന്നുവോ ഇല്ലയോ എന്ന് പോലും അറിയാതെ അറിയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നർത്ഥം. അപ്പൊ ചോദിച്ചപ്പോഴൊന്നും പശുവിനും കുതിരയ്ക്കുമായിട്ടുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ പശുവിനെ കണ്ടാലും കുതിരയെ കണ്ടാലും നിങ്ങൾ തിരിച്ചറിയുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതാണ് ഇത് എന്ന് നിങ്ങൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കുന്ന ഭാഷ വ്യത്യാസം. എങ്ങനെയാണ് അറിയുന്നത്? ഇപ്പൊ പറയാൻ പെട്ടെന്ന് പറയാം. പശുവിനുള്ള പ്രത്യേകത എന്താണ്? ഈ പശുവിന്റെ കഴുത്തിന്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു വളരെ മൃദുവായിട്ട് ഇങ്ങനെ ഒരു താടാന്ന് നമ്മൾ പറയും ഈ ദേശങ്ങളിലൊക്കെ. വേറെ സ്ഥലത്ത് എങ്ങനെയാണെന്ന് വളരെ മൃദുവായിട്ട് നല്ല രസം അവിടെ ഇങ്ങനെ ഇങ്ങനെ കിടന്നാടുന്നത് അതുണ്ട്. പിന്നെ മുതുകത്ത് ഒരു ഉപ്പ് എന്ന് പറഞ്ഞു. ഇത് രണ്ടും ചേരുമ്പോൾ അതിനെ പിന്നെ കുളമ്പിന് ഉള്ള പ്രത്യേകത 2 ഇത് ഭാഗമായിട്ടുള്ളതാണ് കുളമ്പ്. മനസ്സിലാണ്ട? അല്ലാണ്ട് വേറെ ഒറ്റക്കുളമ്പ് ഒറ്റയായിട്ടുള്ള കുളമ്പുണ്ട്. മനസ്സിലാണ്ട്? ഒട്ടകത്തിനൊക്കെ കണ്ടിട്ടില്ലേ? ഒരു വട്ടം പോലെ ഇരിക്കും. ആനയ്ക്ക് 5 നഖം ഉള്ള പോലെ കുളമ്പുകൾ അങ്ങനെയാ നിൽക്കുന്നത്. അത് കുളമ്പല്ലേ, നഖമായിട്ടാ പറഞ്ഞത്. നമ്മളുമായിട്ട് സാമ്യമുള്ള പോലെ, പക്ഷെ വിരലില്ല. അപ്പൊ അങ്ങനെ പല വ്യത്യാസമാണ്. അപ്പം 2 കുളമ്പുള്ളത് ഈ എന്താണ് താട എന്ന് പറയുന്ന നമ്മള് ഈ ഭാഗത്ത് ഉപയോഗിക്കുന്ന താട. എന്നാൽ കഴുത്തിന്റെ താഴെയായിട്ട് വളരെ മൃദുവായിട്ട് ഇത്. പിന്നെ ഉപ്പ് എന്ന് പറയും. അതിന്റെ മേളില് ഒരു ഉരുണ്ട ഒരു ഭാഗം പൊങ്ങി നിൽക്കുന്ന ഇതൊക്കെയാണ് പശുവിനെ പശുവായിട്ട് കാണാനുള്ള അതിന്റെ ആ നിയമാനുസരിച്ച് ഇതൊക്കെ ഉണ്ടെങ്കിലേ പശു എന്ന് പറയാൻ പറ്റുള്ളൂ. ഗോ എന്ന് പറയാൻ. പശു എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ പശു എന്ന് പറഞ്ഞാൽ മൃഗം എന്നർത്ഥം വരും. പശു തന്നെ ഉണ്ടാകും, പക്ഷെ മൃഗം എന്ന് അർത്ഥം വരുന്ന കാരണം. പക്ഷെ മൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും സംസ്കൃതത്തിൽ മൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാനായി പോകും നമ്മളുടെ പോലെ. അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ നമ്മൾ ഭാഷ, അതുകൊണ്ട് നമ്മൾ സംസ്കൃതത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. അപ്പം ഇവിടെ ജാതി മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടെ മനുഷ്യജാതി, മാനുകളുടെ ജാതി, പശുക്കളുടെ ജാതി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവരുടെ സമൂഹത്തിൽ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സംഭാഷണ ഭാഷ. നമ്മുടെ അല്ലാണ്ട് ഈ മൃഗങ്ങൾക്കൊന്നും ഭാഷയില്ല, അവർക്ക് വർത്താനം പറയാൻ അറിയാൻ പാടില്ല എന്നൊക്കെ നമ്മളുടെ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ അവർക്കതില്ല, അവർക്കിതില്ല, അവർക്ക് ബുദ്ധിയില്ല. ബുദ്ധിയില്ലാതെ എങ്ങനെയാണ്? അവർക്ക് മനുഷ്യന് മാത്രമേ സന്തോഷം വരുമ്പോൾ ചിരിക്കാൻ അറിയാവുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള അവരുടെ ആ വ്യത്യസ്തങ്ങളായിട്ടുള്ള സംസാരങ്ങളോ അവരുടെ സിഗ്നൽസോ ഒന്നും
നമുക്ക് മനസ്സിലാകാനുള്ള കഴിവില്ല എന്ന് വിചാരിച്ച് അവർക്കതില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്ന് പറഞ്ഞാൽ അവർക്ക് ഇല്ല എന്ന് പറയണതല്ല ശരി. നമ്മൾ വളർത്തുന്ന പട്ടിക്ക് നമ്മൾ പറയുന്നതൊക്കെ മനസ്സിലാകും, പക്ഷെ പട്ടി പറയുന്നത് മനസ്സിലാക്കാൻ നമുക്ക് കഴിവില്ല. എന്നിട്ടും പറയും നമ്മൾ ഈ മൃഗങ്ങളെക്കാളൊക്കെ ബുദ്ധി നമുക്കാണെന്ന് പറയും. അത് നമ്മളുടെ ബുദ്ധിയില്ലായ്മയുടെ ഒരു ലക്ഷണം തന്നെയാണ്. അതിന് നമ്മൾ വളരെ വാശി പിടിക്കുകയും അത് തർക്കിച്ച് ജയിക്കാനും ശ്രമിക്കും. അപ്പോ നമുക്ക് പലതും കണ്ടുപിടിക്കാൻ അറിയാം. ഇവർക്ക് അത് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് കണ്ടുപിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ വാസ്തവം പറഞ്ഞാൽ നമുക്കുള്ളത് കൊണ്ട് തൃപ്തി അടയാനുള്ള ഒരു സ്വഭാവം ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മളെപ്പോഴും അതൃപ്തരാണ്. അതൃപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ദുഃഖം ഉണ്ടാക്കുന്ന സാധനമാണ് അല്ലേ? അതൃപ്തി എന്ന് പറയുമ്പോൾ ദുഃഖം ഉണ്ടാക്കുന്ന സാധനമാണ്. അവർക്ക് അതൃപ്തി എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മളുടെ അത്രയും വരുന്നില്ല. അവർക്ക് അതൃപ്തി വരുന്നത് കൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ അടിസ്ഥാനമായിട്ടുള്ളത് എന്താണ്? നമുക്ക് അസ്വസ്ഥത, അതൃപ്തി, വേദന എന്നൊക്കെ പറയുന്ന ഇതിൽ നിന്നും മോചനം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ ശ്രമം കൊണ്ടാണ് പ്രവർത്തനം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. എന്തുകൊണ്ടാണ് നമ്മളുടെ ആവശ്യമായിട്ട് പുതിയ 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 കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിച്ച് പോണെന്താണ്? നമ്മൾ എല്ലാ സമയത്തും നമ്മൾ അതൃപ്തരാണ്, ദുഃഖിതരാണ്, നമുക്ക് പല പല അസ്വസ്ഥതകൾ വരുന്നു, നമുക്ക് പലതിനോടും അമിതമായിട്ടുള്ള ആസക്തി വരുന്നു. അത് വേണം എന്നുള്ള അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത്, അത് നേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ. എന്നാൽ അത് നേടിക്കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ സ്വസ്ഥരാകുവോ? ഇല്ല. അപ്പോൾ നിരന്തരമായ അസ്വസ്ഥതകളാണ് നമ്മളെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിക്കുന്നത്. അപ്പോൾ മൃഗങ്ങളും പക്ഷികളും ഒക്കെ താരതമ്യേന നമ്മളെക്കാൾ സ്വസ്ഥരും സന്തുഷ്ടരുമാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാകാനേ പറ്റില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ രീതിയാണ് ശരി, അതുകൊണ്ട് നമ്മൾ എപ്പോഴും കേവലമാണെന്ന് വിചാരിക്കും. നമ്മളെ ചുറ്റിപ്പറ്റി തന്നെയായിരിക്കും നമ്മൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ പറ്റുക. നമ്മളെ സംബന്ധിച്ച് മറ്റവരെങ്ങനെയുണ്ട് എന്നാ ചിന്തിക്കാമല്ലോ. എപ്പോഴും ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ ഈ ഗീതയിലെ ആ ശ്ലോകത്തിൽ പഠിക്കുക, ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു സൃഷ്ടിച്ച ഗ്രൂപ്പാണ് ഞാൻ എന്ന് ഈ ബുദ്ധി പ്രപഞ്ചത്തോട് പറയുന്നതായിട്ട് നമ്മൾ ഗീതയിലെ ആ ശ്ലോകം ആദ്യം പഠിച്ചപ്പോൾ നമ്മൾ ആദ്യത്തെ 6 ശ്ലോകമാണ് പഠിച്ചു നിർത്തിയിരിക്കുന്നത്. ഇനി 7ാമത്തെ തൊട്ട് അങ്ങോട്ട് പഠിക്കാൻ കിടക്കുന്നു അതിന്റെ ഇൻട്രഡക്ഷൻ എന്നുള്ള ഭാഗത്തില്. പക്ഷേ അതിന്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് വ്യതിചലിച്ചു പോന്നേ ഉള്ളൂ. എന്നാലും ഗീതയിലെ ചിലത് കൂടിയൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കാര്യം നമ്മൾ ഗ്രഹിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിട്ട്, അപ്പൊ പശുവിന് ഈ താടയുണ്ടോ ഉപ്പുണ്ടോ എന്നൊക്കെ തിരിച്ച് നോക്കി മനസ്സിലാക്കിയിട്ടല്ല, നമുക്ക് കാണുമ്പോൾ തന്നെ എല്ലാം കൂടെ നമ്മൾ കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കും. പക്ഷെ ചോദിച്ചാൽ എങ്ങനെയാണ് ഇതിൽ വ്യത്യാസം ചോദിച്ചാൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ പറയാതെ നിങ്ങൾക്ക് പലർക്കും മനസ്സിലാകാൻ പ്രയാസം, പഠിച്ചിട്ടില്ലാത്തവർക്ക്. പഠിച്ചു കഴിയുമ്പോൾ ഇത് കണ്ടിട്ടാണ് മനസ്സിലായെന്ന്, ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ പശുവാണ് എന്ന് പറഞ്ഞത്. നമ്മളിത് പഠിച്ചു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്. പക്ഷെ പശുവിനെ കണ്ട് തിരിച്ചറിയാൻ ഇതാണ് വ്യത്യാസമെന്ന് നമ്മൾ പഠിച്ചു വച്ചിട്ടില്ല. നമ്മൾ ഇങ്ങനെ ശരിക്ക് അക്കാഡമിക്കായിട്ട് പഠിക്കാതെ തന്നെ ഇത് നമ്മൾ സ്വീകരിക്കുന്നു, അകത്തതിന്റെ അനാലിസിസ് നടക്കുന്നു, ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ഈ സ്വീകരണം, അകത്ത് നടക്കുന്ന അനാലിസിസ്, ഇതൊന്നും നമ്മൾ ഞാൻ എന്ന് പറയുന്ന ഈ ബോധത്തിൽ സംസാരിക്കുന്ന വ്യക്തിക്ക് അറിഞ്ഞൂടാ. എന്റെ ഉള്ളിലെ പ്രവർത്തനങ്ങളൊക്കെ ഞാനല്ലേ നിയന്ത്രിക്കണമെന്ന് ചോദിച്ചാൽ, എന്നാൽ ശ്വാസം എടുക്കുന്ന ഒന്ന് ഇത്തിരി നേരം നിർത്തിവെക്കുക, അല്ലെങ്കിൽ അത് പോട്ടെ, അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണോണ്ട് ഈ നമ്മൾ രക്തചംക്രമണം കുറച്ചു നേരത്തേക്കൊന്ന് നിർത്തിവെക്കെന്ന് പറഞ്ഞാൽ പറ്റുമോ? അല്ലെങ്കിൽ വേർപ്പ് വരുന്ന ഒത്തിരി നിർത്ത് എന്ന് പറഞ്ഞാൽ നടക്കുവോ? അല്ലെങ്കിൽ ദഹനപ്രക്രിയ നിർത്ത്. ഇതൊന്നും നമ്മളെ കൊണ്ട് നടക്കണമല്ലേ. പക്ഷെ നമ്മളല്ലാണ്ട് വേറൊരാളാണ് പുറത്തിരുന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതും സമ്മതിക്കാൻ പറ്റുമോ?
അതും പറ്റില്ല. അപ്പോൾ അറിയുന്ന ഭാഷ ഒന്ന്, അതിനെ നമ്മൾ സ്വീകരിക്കുന്ന രീതിയിലല്ല നമ്മൾ അതിനെ പ്രകടിപ്പിക്കുന്നത്. പ്രകടിപ്പിക്കാനുള്ള ഭാഷ ആ ജാതിക്കനുസരിച്ച്, എന്ന് വെച്ചാൽ മനുഷ്യനാണോ മൃഗമാണോ പക്ഷിയാണോ പാമ്പാണോ, അത് അവയിൽ തന്നെ ഏതൊക്കെ ഗ്രൂപ്പിന്റെ മൃഗങ്ങളിൽ തന്നെ ഓരോ മൃഗങ്ങളുടെയും ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്. ഇതൊക്കെ ആ ഗ്രൂപ്പുകൾ തമ്മിൽ വളരെ 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 കാലം കൊണ്ടുണ്ടാക്കിയ കോംപ്രമൈസിന്റെ ഭാഗമായിട്ടാണ് സംസാര ഭാഷ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പുകൾ അനുസരിച്ചിട്ട് സംസാര ഭാഷയ്ക്ക് വ്യത്യാസം വരും. അങ്ങനെയാണ് മനുഷ്യരുടെ ഇടയിൽ തന്നെ ലോകമെമ്പാടും ഭാഷയ്ക്ക്, സംസാര ഭാഷയ്ക്ക്. പക്ഷെ സ്വീകരണത്തിലോ പ്രകൃതി, മനുഷ്യൻ എങ്ങനെയാണ് പ്രകൃതിയെ കാണുന്നത് എന്നുള്ള ഭാഷ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് ഇന്ദ്രിയങ്ങളിലൂടെ അകത്തേക്ക് സ്വീകരിക്കുന്ന ഒരു ഭാഷയാണ്. അത് മനുഷ്യരെല്ലാം സ്വീകരിക്കുന്ന ഒരുപോലെ. അതിനെപ്പറ്റി ആ സ്വീകരണ ഭാഷയും മറ്റു ഭാഷയായിട്ടുള്ള വ്യത്യാസമൊക്കെ നമുക്ക് ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. സമയം കൂടുതലാക്കിയാൽ നിങ്ങൾക്കിത് എല്ലാം കൂടി കൺഫ്യൂഷൻ ആകുകയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നിവിടെ നിർത്താം. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ. നമഃ ശിവായ.